ക്രിസ്ത്യാനികൾ കുരിശ് തൂക്കിയോ തൂക്കാതെയോ പ്രാർത്ഥിച്ചാൽ അവിടെ പള്ളിക്കൂടം വരും സഹോദര. പ്രിയപ്പെട്ടവരെ, വളരെ വിചിത്രവും വിഡ്ഢിത്തരവും അതോടൊപ്പം രസകരവുമായൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിശ്വാസത്തെയും അടിച്ചിരുത്തിക്കൊണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ നോർത്ത് കൊറിയൻ ഏകാധിപതിയുടെ പ്രജകളെ തോൽപ്പിക്കുന്ന അടിമത്തമാണ് കാണാൻ സാധിച്ചത്. എനിവേ വച്ചു നീട്ടുന്നില്ല. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ക്രിസ്ത്യാനിറ്റീനെ അടിച്ചിരുത്താൻ വേണ്ടി പറയാൻ ശ്രമിക്കുന്നതെന്ന് ആദ്യം ഒന്ന് കേൾപ്പിക്കാം. യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് എന്തുകൊണ്ട്? അത് ഒരു പഴയ തമാശയാണ്. യേശുവിനെ കൊല്ലാനുമായിട്ട് ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു. യേശുവിനെ വാക്കത്തി വെച്ചായിരുന്നു വെട്ടിക്കൊന്നിരുന്നെങ്കിൽ അവരത് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇലക്ട്രിക് ചെയറിൽ വെച്ച് ഇലക്ട്രിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ചെയർ കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? ഇതൊരു പ്രദർശനപരത എന്നുള്ളതിനൊക്കെ അപ്പുറം കുരിശ് ഒരു ത്യാഗത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഡിഫീറ്റഡ് ഹീറോ ആണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു ഒരു ഡിഫീറ്റഡ് ഹീറോ ആണ് എന്ന് ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല. പക്ഷേ ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ പരാജയമായിട്ട് തന്നെ അവർ വിലയിരുത്തുന്നത്. ചുമ്മാ അത് പറയുകയാണിത്. യാതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ്. അതൊരു ക്ലാസിക്കൽ അന്ധവിശ്വാസമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ചിഹ്നം കുരിശായിരുന്നില്ല, മത്സ്യമായിരുന്നു. പിന്നെ അവർ നോക്കിയപ്പം കുരിശിലേക്ക് വന്നതായിരിക്കും. കുരിശിന് സമാനമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ വെക്കുന്ന മതങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ആളുകൾ പറയും, നോക്കൂ, ക്രിസ്ത്യാനികൾ കുരിശ് ആരിൽ നിന്ന് മോഷ്ടിച്ചതല്ല. ഇപ്പം നമ്മളെപ്പോഴും ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റീസാണ് വരിക. ഒരാളുടെ പ്ലസ് പോലെ തോന്നുന്നത് ഇച്ചിരി നീളം ഇട്ട് കഴിഞ്ഞാൽ കുരിശായി. അപ്പോൾ എന്നിട്ട് പറയാം അത് പ്ലസ് ആണ്, ഇത് കുരിശാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ വരയ്ക്കുന്നവന് തെറ്റിയാലും മതി. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പല പല രൂപങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് സാധിക്കും. ഇതാണ് ഇദ്ദേഹം ഉയർത്തുന്ന വിമർശനത്തിൻ്റെ പ്രസക്ത ഭാഗം. ഷോർട്സായിട്ട് യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമുക്കിത് ലഭ്യമാണ്. ആദ്യമേ തന്നെ പറയട്ടെ, പ്രിയ സഹോദര രവിചന്ദ്ര, അധ്യാപകൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഞങ്ങളിപ്പോഴും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കുന്നതാണ്. അധ്യാപകൻ, അധ്യാപിക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയിൽ യുക്തിബോധവും ചിന്താശേഷിയും രാജ്യസ്നേഹവും അതിജീവന ശേഷിയും സൃഷ്ടിച്ചെടുക്കുവാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ അധ്യാപകരെന്ന് വിളിക്കുക. ആ ശ്രേണിയിൽ അങ്ങ് വരുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങയെ അത്തരത്തിൽ അഭിസംബോധന ചെയ്യുവാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. പക്ഷെ അങ്ങയ്ക്ക് രാഷ്ട്രം അനുവദിച്ചു തന്നിരിക്കുന്ന ആ സ്ഥാനത്തെ ഞാൻ മാനിക്കുന്നു. അധ്യാപകൻ, പ്രൊഫസർ എന്ന സ്ഥാനത്തെ, കാരണം ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ മാനിക്കുന്നത് കൊണ്ടാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആ ദേശത്തിൻ്റെ നിയമങ്ങളും മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും എതിരല്ലാത്തത് നിയമങ്ങളും ആ ദേശത്തിൻ്റെ ഭരണഘടനാ സംവിധാനങ്ങളെയും മാനിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ സ്ഥാനത്തെ ഞാൻ മാനിക്കുന്നു, അധ്യാപകൻ സ്ഥാനത്തെ മാനിക്കുന്നു. പക്ഷേ അങ്ങയെ ഞാൻ ഒരു അധ്യാപകനായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇനിയൊരു യുക്തിവാദിയായി പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല പ്രിയ സഹോദര, അങ്ങയെ ഒരു യുക്തിവാദിയായി പരിഗണിക്കത്തില്ല. കാരണം അങ്ങയുടെ പ്രയോഗങ്ങളിലും അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഒരിടത്തും യുക്തിയില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, അങ്ങയെ കേട്ട് കൈയടിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അവർക്കും നോർത്ത് കൊറിയൻ ഏകാധിപതിയുടെ പ്രജകളുടെ അത്രയും പോലും യുക്തിബോധമില്ല എന്നും സ്വാതന്ത്ര്യമില്ല എന്നുമുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രൊഫസർ രവീന്ദ്രൻ തൻ്റെ തന്നെ ടോക്കിൽ പറയുകയാണ്, ക്രിസ്ത്യാനികൾ യേശുവിനെ ഒരു പരാജയപ്പെട്ട വ്യക്തിയായി അംഗീകരിക്കുകയില്ല, പക്ഷേ യഥാർത്ഥത്തിൽ പരാജയമാണെന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയ സഹോദര രവിചന്ദ്ര അങ്ങ് പരാജയപ്പെട്ട വ്യക്തിയെ കൗണ്ടർ ചെയ്യാൻ നിൽക്കുന്നത്? യു കുഡ് ഡു സംതിങ് എൽസ്, നോ? മറ്റെന്തെങ്കിലും പരിപാടി ചെയ്തുകൂടായിരുന്നോ? പിന്നെ നിങ്ങളെന്തിനാണ് ഇത്രയും ആൾക്കാർ ക്രിസ്തുവിൻ്റെ പുറകെ കൂടുന്നത്? പ്രൊഫസർ രവീന്ദ്രൻ്റെ വാദമനുസരിച്ച് തന്നെ ഇവിടെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുകയും
വിദ്യാഭ്യാസത്തിനും വികസനത്തിനും തടസ്സമില്ലാതിരിക്കുകയും മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും തടസ്സമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒന്നിനെയും എതിർക്കേണ്ടതില്ല എന്നാണ് പ്രൊഫസർ രവീന്ദ്രൻ്റെ വാദം. പ്രൊഫസർ രവീന്ദ്രൻ തൻ്റെ വാദത്തിൽ സത്യസന്ധമായി ഉറച്ചു നിൽക്കുന്ന വ്യക്തി ആണ് എങ്കിൽ അങ്ങ് അടിയന്തരമായി ക്രിസ്തുവിനെ സ്വീകരിക്കണം. വെറുതെ പറയുകയല്ല. പ്രൊഫസർ രവീന്ദ്രൻ ഉയർത്തുന്ന വാദങ്ങളിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ ഐ ചലഞ്ച് യു പ്രൊഫസർ രവീന്ദ്രൻ, അല്പമെങ്കിലും റാഷണൽ തിങ്കിങ്, സ്വതന്ത്ര ചിന്ത അങ്ങിൽ അവശേഷിക്കുന്നുവെങ്കിൽ അങ്ങ് ക്രിസ്തുവിനെ സ്വീകരിക്കണം. കാരണം വിദ്യാഭ്യാസത്തിന്, വികസനത്തിന്, സ്വതന്ത്ര ചിന്തയ്ക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വരുന്ന 10 രാഷ്ട്രങ്ങളിൽ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വരാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകാൻ, വികസനമുണ്ടാകാൻ, മനുഷ്യത്വമുണ്ടാകാൻ, മാനവികതയുണ്ടാകാൻ, ജനാധിപത്യമുണ്ടാകുവാൻ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് പ്രിയ സഹോദര. സോ യു ഷുഡ് ബിലീവ് ഇൻ ക്രൈസ്റ്റ്. ദൈവമാണോ അല്ലയോ എന്നുള്ള വിഷയം വേറെ. പക്ഷേ നിങ്ങൾ ഉയർത്തുന്ന വാദം കറക്റ്റ് ആണെങ്കിൽ യു ഷുഡ് ബി പ്രീച്ചിങ് ക്രിസ്ത്യാനിറ്റി. അടുത്തത് എൻ്റെ പ്രിയ സഹോദരൻ രവീന്ദ്രനോട് എനിക്ക് പറയുവാനുള്ളത്, അങ്ങ് ഒരു ഡിഫീറ്റഡ് ഹീറോ എങ്ങനെ ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചു എന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡിഫീറ്റഡ് ഹീറോ ആയിട്ട് ക്രിസ്ത്യാനികൾ അങ്ങേക്ക് സമ്മതിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അവർക്കറിയാം അങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രിയ സഹോദര, മനുഷ്യൻ എല്ലാവരും തന്നെ സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. ഒരു മനുഷ്യനും 2000 വർഷം ഒരു ഡിഫീറ്റഡ് ഹീറോയിനെ കൊണ്ടു നടക്കില്ല, സാധ്യമല്ലത്. അപ്പോൾ മാത്രവുമല്ല, ഈ ചരിത്രത്തെ രണ്ടായി കീറിമുറിക്കുകയും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും ഹോസ്പിറ്റലുകളുമൊക്കെ സ്ഥാപിക്കാൻ കാരണക്കാരനായിരിക്കുന്ന ക്രിസ്തുവിനെ ഡിഫീറ്റഡ് ഹീറോ എന്ന് വിളിക്കാൻ അങ്ങ് കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതിനെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല സഹോദര. എന്തുതരം എങ്ങനെ വ്യാഖ്യാനിക്കും, എങ്ങനെ വർണ്ണിക്കും? താങ്കൾ ഉപയോഗിക്കുന്നത് പോലെ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ സർക്കാസവും കളിയാക്കലും എനിക്ക് സാധ്യമല്ല. കാരണം നമുക്കറിയാം, ഒരു വൈദികരുടെ അച്ഛനുമായി അങ്ങ് നടത്തിയ ഡിബേറ്റിലും അങ്ങ് സർക്കാസമാണ് ഉപയോഗിച്ചത്. വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്കത് സാധ്യമല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നോർത്ത് കൊറിയൻ ഏകാധിപതിയുടെ പ്രജകളെ അതിശയിപ്പിക്കുന്ന ബൗദ്ധിക അടിമത്തമാണ് താങ്കളുടെ കാണികൾക്കുള്ളത്. അല്പം പോലും യുക്തിയില്ലാത്ത, യുക്തിബോധമില്ലാത്ത അങ്ങ് ആണ് കേരളത്തിലെ യുക്തിവാദികളുടെ നേതാവ്. സ്വതന്ത്ര ചിന്തകരെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, വ്യക്തമാക്കട്ടെ. ഐ ആം നോട്ട് എഗെയിൻസ്റ്റ് ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്ര ചിന്തകർക്കെതിരല്ല. അങ്ങയെപ്പോലെയുള്ള യുക്തിവാദികൾ. ഇവിടെ മറ്റൊന്ന് ഓർപ്പിക്കട്ടെ, ഒരു ഇന്ത്യൻ ഫിലോസഫറും അങ്ങയുടെയൊക്കെ രാജാവും ചക്രവർത്തിയുമായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട്, ഒരു ചർച്ചയുണ്ട്. അവിടെ സർക്കാസവും കളിയാക്കലും ഒന്നും അല്ല പ്രിയ സഹോദര. അവർ കാര്യകാരണ സഹിതം പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കുകയാണ്. ഈ ഇന്ത്യൻ ഫിലോസഫറും നിങ്ങളെല്ലാം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ന് പ്രൊഫസർ രവീന്ദ്രൻ ഒരു അഡ്രസ് ഉണ്ടാകാൻ കാരണമായ ഗോഡ് ഡിലൂഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് ആക്കിയിട്ടാണല്ലോ അങ്ങ് 4 പേർ അറിയുന്ന ഒരു വ്യക്തിയായി മാറിയത്. ആ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസും ഇന്ത്യൻ ഫിലോസഫറും തമ്മിലുള്ളതായ ആ സംഭാഷണം, ഇവിടെ സംവാദമെന്ന് വിളിക്കും, പക്ഷേ ആ സംഭാഷണമായിരുന്നു. അതിൽ ആ കമൻറ്റ് ബോക്സിൽ നോക്കൂ, ആ കമൻറ്റ് ബോക്സിൽ 90% ആൾക്കാരും ഇന്ത്യൻ ഫിലോസഫർക്കൊപ്പമാണ്. കാരണം കാര്യകാരണ സഹിതം അദ്ദേഹം കാര്യങ്ങളെ സ്ഥാപിക്കുകയാണ്. അദ്ദേഹം റിച്ചാർഡ് ഡോക്കിൻസിനോട് പറഞ്ഞ ഒരു സംഭവം മാത്രം പ്രൊഫസർ രവീന്ദ്രനെ പോലെയുള്ളവരെ ഞാൻ ഓർമ്മിപ്പിക്കാം. അദ്ദേഹം റിച്ചാർഡ് ഡോക്കിൻസിനോട് പറയുകയാണ്, നിങ്ങൾ മരം വെട്ടില്ല, കാരണം മരം വെട്ടിയാൽ അത് പ്രകൃതിക്ക് ദോഷമാകും, വനങ്ങളില്ലാതാകും, അപ്പോൾ മഴ പെയ്യാതാകും, ഭൂമി നശിക്കും. ഞങ്ങൾ മരം വെട്ടില്ല, കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ, എന്നെ കരുതുന്നത് പോലെ തന്നെ ഞാൻ പ്രകൃതിയെയും കരുതണം. ഔട്ട് ഓഫ് മ്യൂച്വൽ പരസ്പര ബഹുമാനവും സഹവർത്തിത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ വനം നശിപ്പിക്കില്ല. അങ്ങനെ ആ ചർച്ച മുമ്പോട്ട് പോവുകയാണ്. ഇത്ര മനോഹരമാണ്. താങ്കൾ ദയവ് ചെയ്ത് ഈ പരിപാടിയൊക്കെ നിർത്തിവെച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ, യുക്തിയും ബോധവുമുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കുക. ഇനി അങ്ങ് പറഞ്ഞു, വാക്കത്തി കൊണ്ടാണ് കൊന്നിരുന്നതെങ്കിൽ, കസേരയിലിരുത്തിയാണ് കൊന്നിരുന്നതെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങ് സാധാരണ മക്കളെ വഴിതെറ്റിക്കുകയാണ്.
കാരണം പറയട്ടെ, ക്രിസ്ത്യാനിറ്റി വിമർശിക്കാം, നിങ്ങൾ വിമർശിക്കണം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മറുപടി പറയുവാൻ. അല്പം പോലും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് മറുപടി പറയാൻ സാധിക്കും. കളിയാക്കലുകളില്ലാതെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കും. ഇനി ഈ വാക്കത്തെയാണെന്ന് ഈ കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ രാജാക്കന്മാർ കരുതിയത് കുരിശ് ഒരപമാനത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ കുരിശിലങ്ങ് തറച്ചേച്ചാൽ പിന്നെ അപമാന ചിഹ്നം ആരും പരസ്യമായി കൊണ്ടു നടക്കില്ല, ഇതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞുകൊള്ളുമെന്ന് കരുതിയാണ് കുരിശിൽ തറച്ചത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള വാക്യമുണ്ട്. കാരണം അന്നത്തെ ജനതകളുടെ ഇടയിൽ കരുതിയിരുന്നത് കുരിശ് മരണം അപമാനമാണ്, ഏറ്റവും അപമാനപ്പെട്ട മരണമാണ്. അപ്പോൾ കുരിശിൽ തറച്ചു കൊന്നാൽ ഇവൻ്റെ കഥ കഴിക്കാം, ഇവനെ ഇനി ആരും അനുഗമിക്കുകയില്ല എന്ന് കരുതിയാണ് കുരിശിൽ തറച്ചത്. പക്ഷെ കുരിശ് ഞങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മനസ്സിലാക്കണം, അത് പ്രത്യാശയുടെ അടയാളമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് മരിക്കേണ്ടി വന്നാലും കുരിശിൽ തറയ്ക്കപ്പെട്ടാലും നാളെ ഉദ്ധാനമുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു നൽകിയതാണ്. ഇനി പ്രൊഫസർ രവീന്ദ്രനോട് മറ്റൊരു കാര്യം കൂടി പറയാം. അപ്പസ്തോലിക സഭകളിൽ, പാരമ്പര്യ സഭകളിൽ ഒരു രൂപവും വെക്കാത്ത സഭകളുണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രൊഫസർ ഓർക്കണം. ഒരു രൂപവും വെക്കാത്ത സഭകളുണ്ട്. ഇനി നോൺ അപ്പസ്തോലിക സഭകളോ രൂപവുമില്ല, ഒന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് തങ്ങളുടെ വാദം അടിസ്ഥാനരഹിതമാണ്. ക്രിസ്ത്യാനിറ്റി അപമാനിക്കുക എന്ന് പറയുന്ന തന്ത്രവും കുതന്ത്രവുമാണ്. അതായത് നേർക്ക് നേർ എതിരിട്ടാൽ പരാജയപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് അങ്ങ് കളിക്കുന്ന തന്ത്രം മനസ്സിലാക്കാതെ കൈയടിക്കുകയാണ്. ഇനി ക്രിസ്തു നിലവിളിച്ചെന്നാണ് അങ്ങ് പറയുന്നത്. പ്രിയപ്പെട്ട മാഷേ, വീണ്ടും സ്നേഹത്തോടെ തന്നെ പറയട്ടെ, ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ പിന്നിലെ കാരണം പാപത്തെയും മരണത്തെയും മനുഷ്യന് കീഴടക്കാൻ സാധിക്കുമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പാപത്തെയും മരണത്തെയും, ശരീരത്തിൻ്റെ ഇച്ഛകളെയും മനസ്സിൻ്റെ ഇച്ഛകളെയും കൃത്യമായി അരിച്ചെടുത്ത് നല്ല രീതിയിൽ ഏതാണ് ഉപകാരപ്പെടും, ശരീരത്തിൻ്റെ ഇച്ഛകളെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും, മനസ്സിൻ്റെ ഇച്ഛകളെ അരിച്ചെടുത്ത് സംസ്കരിക്കുവാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവിക പ്രകൃതി അതെന്താണെന്ന് ക്രിസ്തു കാണിച്ചു തന്നു. അപ്പോൾ ഒരു നല്ല മനുഷ്യൻ്റെയും ഒരു യഥാർത്ഥ മനുഷ്യൻ്റെയും മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണതയാണ് താങ്കൾ കുരിശിൽ കണ്ടത്. പീഡകളിലും നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും എപ്രകാരം ഒരു സമ്പൂർണ്ണ മനുഷ്യൻ പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഉത്തമമായ മാതൃകയാണ് ക്രിസ്തുവിൽ കണ്ടത്. ഇനി അതിൻ്റെ തെളിവാണ്, അതിനെ അനുഗമിച്ചത് കൊണ്ടാണ് പ്രൊഫസർ രവീന്ദ്രൻ മനസ്സിലാക്കണം, ഇന്നത്തെ മക്ക മദീന അടക്കം, അന്നത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്ന റോമടക്കം, ഇങ്ങ് ഈ ഭാരതമടക്കം ക്രിസ്ത്യാനിറ്റി വന്നത് യുദ്ധം കൊണ്ടല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടുമല്ല. അപ്പം ഇതെല്ലാം കൃത്യമായി തെളിവായി കൺമുമ്പിലുണ്ടായിരിക്കെ ചിന്തിക്കുവാൻ ശേഷിയില്ലാത്ത, അഥവാ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെയും മതനേതാക്കളുടെയും തെറ്റായ നടപടികളിൽ മുറിപ്പെട്ടിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരെയും പഴയ തലമുറപ്പെട്ടവരെയും സംതൃപ്തിപ്പെടുത്താമെന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര രവീന്ദ്ര, അങ്ങയെപ്പോലെയുള്ള യുക്തിവാദികളൊരു അംഗനവാടി പോലും നടത്തുകയില്ല. ക്രിസ്ത്യാനികൾ കുരിശ് തൂക്കിയോ തൂക്കാതെയോ പ്രാർത്ഥിച്ചാൽ അവിടെ പള്ളിക്കൂടം വരും സഹോദര. താങ്കൾ തന്നെ സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കെതിരെ പ്രസംഗിക്കുന്നത് കണ്ടല്ലോ. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് സഹോദര പള്ളിക്കൂടങ്ങൾ, വികസനങ്ങൾ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ ഒരു അന്ധവിശ്വാസവുമില്ല സഹോദര. താങ്കൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേസമയം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുള്ള മതങ്ങളുണ്ട്. ക്രിസ്ത്യാനികളായി ഞങ്ങളിൽ കുറവുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ക്രിസ്ത്യാനികൾ ദൈവവുമായി നടത്തുന്ന ആ സംഭാഷണത്തിൻ്റെ, പ്രാർത്ഥനയുടെ, സംസർഗത്തിൻ്റെ ഫലം ജനാധിപത്യമായി, വികസനമായി, വിദ്യാഭ്യാസമായി, സാമൂഹ്യ സുരക്ഷയായി സമൂഹം അനുഭവിക്കുകയാണ്. പ്രൊഫസർ രവീന്ദ്ര, അങ്ങിൽ അല്പമെങ്കിലും യുക്തിബോധം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ വെറും 3% വരുന്ന ക്രൈസ്തവർ
നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന് കാണിച്ചു കൊടുത്ത സാമൂഹ്യ പ്രതിബദ്ധതയുടെ 7 അയലൊക്കത്ത് നിൽക്കുവാൻ ഇന്നും മറ്റൊരു മതവും മറ്റൊരു യുക്തിവാദി സംഘടനകളുമില്ല എന്നോർക്കണം. വെറും 3% വരുന്ന ക്രൈസ്തവരുടെ സംഭാവന. ആ ക്രൈസ്തവരാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ വഴി നമ്മുടെ നാടിന് കാണിച്ചു കൊടുത്തതും മുന്നിൽ നിന്ന് നയിച്ചതും. നമുക്കെല്ലാം സുപരിചിതനായ രവീന്ദ്രനാഥ് ടാഗോർ പാടിയ ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും മതിലുകൾ തീർക്കാത്ത ഒരു നല്ല നാളെയിലേക്ക് എൻ്റെ നാടിനെ കൈപിടിച്ചുയർത്തണമേ ദൈവമേ എന്ന് പാടി അത് നെഞ്ചോടേറ്റിയവരാണ് ക്രൈസ്തവർ. അതിൻ്റെ പിന്നിലെ കാരണം ഈ ക്രൂശിതനാണ് സഹോദര. യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളാകട്ടെ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. കുരിശ് കണ്ട് പേടിക്കണ്ട എന്നും മരണം കണ്ട് പേടിക്കണ്ട എന്നും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടാൽ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ഉയർത്തതുപോലെ നിങ്ങൾക്ക് ഉയർപ്പുണ്ട് എന്ന് പറയുന്ന പ്രത്യാശയുടെ അടയാളമാണ് കുരിശ്. അതുകൊണ്ട് അവസാനമായി അങ്ങയെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവരോടും പറയട്ടെ, യഹൂദർ ലോകത്തിനൊരു അടയാളമാണ്, ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും സമൂഹത്തിന് ലോകത്തിനൊരു അനിവാര്യതയാണ്. ഇതിന് ബദൽ നിൽക്കാൻ പറ്റുന്ന ആശയമുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, അന്ന് നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാം. നിലവിൽ ക്രിസ്തുവിനും ക്രിസ്ത്യാനിറ്റിക്കും ബദലായി സാമൂഹ്യ സുരക്ഷയ്ക്ക്, വികസനത്തിന്, ജനാധിപത്യത്തിന്, ഹാപ്പിനെസ് ഇൻഡെക്സിന് മറ്റൊരു പ്രത്യയശാസ്ത്രമില്ല സഹോദര. അതുകൊണ്ട് യുക്തിരഹിതമായ ഇത്തരം പ്രചരണങ്ങൾ നിർത്തിക്കൊണ്ട് കാര്യകാരണ സഹിതം വിമർശിക്കാൻ താങ്കളെപ്പോലെയുള്ളവർ തയ്യാറാകണം.